ഹായ്, എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല, നമുക്കൊരു ഉപകാരപ്പെടണ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അത് പ്രത്യേകിച്ച് ദുബായിൽ താമസിക്കുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതലുള്ളവർക്ക്. നാട്ടിലധികം മൂട്ടശല്യം ഉണ്ടാവിട്ടില്ല. ദുബായിലാണ് ഏറ്റവും കൂടുതൽ മൂട്ടശല്യം ഞാൻ കേട്ടേക്കുന്നത്. അപ്പം മൂട്ടശല്യം ആയിട്ട് നമുക്ക് മൂട്ടൊക്കെ കടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ മേല് ചോന്ന് തടിച്ച പാടുകളൊക്കെ ഉണ്ടാവും. അധികം അത് കുട്ടികൾക്കാണ് ഈ ചെറിയ ചെറിയ ചുവന്ന പാടും. അവർക്ക് അറിയാത്തതുകൊണ്ട് അവർ ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയി മാതി പൊട്ടി. അപ്പം നമുക്ക് അതിലേക്കുള്ള ഒരു പ്രതിവിധിയാണ്. അപ്പം നമ്മൾ ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തുളസിയാണ്. ഈ തുളസി ഇതോ അല്ലെങ്കിൽ കൃഷ്ണ തുളസിയോ കർപ്പൂര തുളസി ഉപയോഗിക്കരുത്. ഈ രണ്ട് തുളസിയുടെ ഏതായാലും കുഴപ്പമില്ല. ഇതെടുത്തിട്ട് നമ്മൾ നന്നായി ചതച്ചിട്ട് അതിൻ്റെ നീര് ചൊറിച്ചിലുള്ള ഭാഗത്തൊക്കെ പരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂട്ടശല്യത്തിന് ഇത്തിരി മൂട്ട കടിച്ചിട്ടുള്ള പാടിനും ചൊറിച്ചലിനും ഒക്കെയും ഇത്തിരി കുറവ് കിട്ടും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കക്കന വേപ്പിൻ്റെ അല, അതായത് ആര്യവേപ്പ്. അത് ദുബായിലിരിക്കും ആയാലും നാട്ടിലായാലും ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ വളർത്തുന്നുണ്ട്. അപ്പം ഇതും നമ്മുടെ പച്ചമഞ്ഞൾ വീട്ടിൽ വളർത്താണെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എടുക്കുക. അതിന് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും കടകളിൽ നിന്നും ഒക്കെ നമുക്ക് പച്ചമഞ്ഞൾ കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ചതക്കല്ല, നല്ല പോലെ അരച്ചിട്ട് അപ്പോൾ നമ്മളെപ്പോഴും കഴിക്കുന്ന വേപ്പിൻ്റെ അല എടുക്കുമ്പോൾ അതേപോലെ കൊണ്ടുപോയിട്ട് അരക്കരുത്. നല്ല പോലെ കഴുകണം. അതുപോലെ മഞ്ഞളുടെ തോലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറില അല്ലെങ്കിൽ ഇപ്പോൾ അമ്മിയിലാണെന്ന് വെച്ചാൽ അമ്മിയില, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് നല്ല പോലെ അരച്ചിട്ട് മേല് തേച്ച് ഒരു 10 മിനിറ്റോളം മേല് തേച്ച് വിട്ടിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ കുറച്ച് ചൊറിച്ചിലൊക്കെ നമുക്ക് ഒരു ശമനം കിട്ടും. ഒരു വിധമൊക്കെ പോവും ഇതിൽ. പിന്നെ ഇതൊന്നല്ല, ഇത് രണ്ടും പറ്റിയില്ല എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചൂടാക്കുമല്ലോ. വെള്ളം ചൂടാക്കുമ്പോൾ അതിൽ ഈ നല്ല പോലെ കക്കണ വേപ്പിൻ്റെ അരിയും ഇതേപോലെ പച്ചമഞ്ഞൾ നന്നായി ചതയ്ക്കണം. അത് ചതച്ചിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് നല്ല പോലെ തിളപ്പിച്ചിട്ട് വെള്ളത്തിന് ഒരു വെള്ളം ചൂടാവുമ്പോൾ അതിൽ വേറെ പച്ചവെള്ളം ഒന്നും കൂട്ടരുത്. ആ നേരിയ ചൂട്ടോടൊക്കെ തന്നെ നമ്മൾ മേല് കഴുകുമ്പോൾ നമുക്കൊരു ചൊറിച്ചിലിന് കുറവ് കിട്ടും. പിന്നെ ഇതിൽ വേണ്ടത് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂട്ടുള്ളത് ഇപ്പം അധികം ബെഡിലും തലോണലും ഒക്കെയാണ്. പരമാവധി അത് വെയിലത്തിട്ട് ഉണക്കാൻ നോക്കാം. അപ്പോൾ കുറച്ചെല്ലാതും മൂട്ടകളൊക്കെ അങ്ങനെ പോകും. അപ്പോൾ ഇത് നമ്മുടെ എല്ലാവരും അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അറിവില്ലാത്തവരൊക്കെ ഇതൊന്ന് മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കാം കേട്ടോ. ഓക്കെ, ടാറ്റ, ബൈ.